ദുബായിൽ ഹെസ സ്ട്രീറ്റിൽ നിന്ന് അൽ ഖൈൽ റോഡിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാലം തുറന്നു. ഇതോടെ യാത്രാ സമയം 15 മിനിറ്റിൽ നിന്ന് 3 മിനിറ്റായി കുറയും. ഹെസ സ്ട്രീറ്റിൽ നിന്ന് അൽ ഖൈൽ റോഡിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി 1 കിലോമീറ്റർ നീളമുള്ള പുതിയ പാലം തുറന്നുകൊടുത്തതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇതോടെ ഹെസ സ്ട്രീറ്റിൽ നിന്ന് അൽ ഖൈൽ റോഡിലേക്കുള്ള യാത്രാ സമയം 15 മിനിറ്റിൽ നിന്ന് 3 മിനിറ്റായി കുറയും. ദുബായ് സിറ്റി സെന്ററിലേക്കും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുമുള്ള തടസ്സങ്ങളില്ലാത്ത ഗതാഗതവും ഇതുവഴി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും RTA വ്യക്തമാക്കി. 4 പ്രധാന ജംഗ്ഷനുകളുടെ നവീകരണം ഉൾപ്പെടുന്ന 659 ദശലക്ഷം ദിർഹത്തിന്റെ ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ 54% പൂർത്തിയായതായും അധികൃതർ അറിയിച്ചു. 2025 4ാം പാദത്തോടെ എല്ലാ ജംഗ്ഷനുകളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RTA ചെയർമാൻ മാത്തർ അൽ തായർ പറഞ്ഞു. ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് അൽ ഖൈൽ റോഡിലേക്കുള്ള ജംഗ്ഷൻ വരെ 4.5 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയാണിത്. അൽ സുഫൂഖ് 2, അൽ ബർഷ റെസിഡൻഷ്യൽ ഏരിയ, ജുമൈറ വില്ലേജ് സർക്കിൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന താമസ മേഖലകളിൽ ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ജനം, ദുബായ്.